ഹെയറിൽ നല്ല രീതിക്കുള്ള മാറ്റമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ലെന്ത് വെക്കാനായിട്ട് സഹായിച്ചൊരു സാധനമായിരുന്നു ആ ഒരു റോസ്മേരി വാട്ടർ. എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എൻ്റെ ഒരു ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു രേസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ 100 days ഓഫ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 6ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്. ഇന്ന് പ്രത്യേകിച്ച് പാക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ അപ്ലൈ ആക്കാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ അപ്ലൈ ആക്കാൻ പോകുന്നത് നമ്മുടെ ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ ഞാൻ ഈ ഒരു ഹെയർ കെയർ ചലഞ്ചിൽ സജസ്റ്റ് ചെയ്യുന്നില്ല. കാര്യം ഇതെൻ്റെ ബോട്ടിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങിയതല്ലാത്ത യൂസ് ആക്കാം എന്ന് വെച്ചിട്ടാണ് ഞാനിത് ഇപ്പം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഈ ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ ഉള്ളവർക്ക് ഇത് തൽക്കാലം ആ ഒരു ബോട്ടിൽ ഇപ്പം കാലിയാവുന്നവർ നിങ്ങളിത് യൂസ് ആക്കിക്കോ. അല്ലാത്തവർ നമ്മുടെ ചാനലിൽ റോസ്മേരി വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ പോയി കാണാം. ഓക്കെ, അപ്പം ഞാൻ വേണമെങ്കിൽ താഴെ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ കൂടി ഒന്ന് പോയി കാണാം. അതിനകത്ത് ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു റോസ്മേരി വാട്ടർ നിങ്ങൾ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി. ടൈം അപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു 5 minutes ബിഫോറായിട്ടൊന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ട് അപ്ലൈ ആക്കിയാലും മതി. ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്കത് ഇത് യൂസ് ആക്കുന്ന പോലെ തന്നെ യൂസ് ആക്കാം. ആ ഒരു റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയറിൽ നല്ല രീതിക്കുള്ള മാറ്റമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ലെന്ത് വെക്കാനായിട്ട് സഹായിച്ചൊരു സാധനമായിരുന്നു ആ ഒരു റോസ്മേരി വാട്ടർ. എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എൻ്റെ ഒരു ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ആൽപ്സിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വാങ്ങിയിട്ട് ബാക്കി ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനത് ഏകദേശം ഇത്രത്തോളം എൻ്റെ ഇതിലുണ്ട്. സോ ഇത്രത്തോളം ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കറക്റ്റ് ഒരു രീതിയിലല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഹെയർ ഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ഞാനിത് 100% ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഒരു 70% അല്ലെങ്കിൽ ഒരു 65% ഒക്കെ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. കാരണം ഒരു ലിവിങ് സ്പ്രേ ആയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്തങ്ങ് വിട്ടാൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ തലവേദന ഉണ്ടാവാനായിട്ടും ഹെയർ ഫോൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം നിങ്ങളിത് അപ്ലൈ ആക്കുക കേട്ടോ. ഒരുപാടങ്ങ് അപ്ലൈ ആക്കണമെന്ന് ഞാൻ പറയില്ല. ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവർ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം അപ്ലൈ ആക്കി അങ്ങനെ ക്വാണ്ടിറ്റി കൂട്ടുക. പിന്നെ ക്വാണ്ടിറ്റി കുറച്ച് നിർത്തുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് യൂസ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഹെയർ ഫോൾ നല്ല രീതിക്ക് ഉണ്ടാവും. നമ്മൾ ഈ പ്രോഡക്റ്റിന് വെറുത്ത് പോകും. സോ അല്ലാതെ ഇത് മുടി വളർത്താനൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് വലിയൊരു റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്ത റോസ്മേരി വാട്ടറിൽ നിന്ന് എനിക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു കിട്ടിയത് കേട്ടോ. പിന്നെ അത് ഉണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ടും പിന്നെ ഇത് ട്രൈ ആക്കണമെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടും കൂടിയായിരുന്നു ഞാനിത് ഒരു പ്രോഡക്റ്റ് വാങ്ങിയത്. ഞാൻ എന്തായാലും ഇത് 100% സജസ്റ്റ് ചെയ്യില്ല. പിന്നെ എൻ്റെ ഉള്ളത് കൊണ്ട് ഞാനിത് യൂസ് ആക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പറയുന്ന കണക്ക് അവരെന്തായാലും ഇതിൽ ഫോർ തിക്ക് ഹെയർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. മേ ബി ബേബി ഹെയർസ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ബേബി ഹെയർസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനിപ്പം ഒരു 2 ബേബി ഹെയർ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു റോസ്മേരി വാട്ടർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ബേബി ഹെയർസ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് ലെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലെന്ത് വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല രീതിക്ക് തന്നെ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്ത റോസ്മേരി വാട്ടർ യൂസ് ചെയ്തപ്പം ഇത് വലിയ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല ഒരു 65 അല്ലെങ്കിൽ ഒരു 70% ഒക്കെ ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതിനപ്പുറം ഒന്നും എനിക്ക് ഓക്കെ എന്ന് 100% ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ റോസ്മേരി വാട്ടറാണ് ഹെയറിൽ അപ്ലൈ ആക്കാൻ പോകുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ആദ്യം നമ്മുടെ മുടി ഡീറ്റാങ്കിൾ ചെയ്ത് ചെടിയൊക്കെ കളഞ്ഞെടുക്കുക. കൈ കൊണ്ട് തന്നെ ചെടിയും കാര്യങ്ങളൊക്കെ കളയുക. എന്നിട്ട് സ്കാൽപ്പിന് നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കുക. ഇൻവേർഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അതിനുശേഷം പാലായം ചെയ്യുന്നുണ്ട്. പാലായം ചെയ്തതിന് ശേഷം നമ്മുടെ ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലും ലെന്തിലും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് എമൗണ്ട് ഹെയറിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക, കുറച്ച് എമൗണ്ടിൻ്റെ ലെന്തിൽ അപ്ലൈ ചെയ്യുക. നല്ല രീതിക്ക് മസാജ് കൊടുക്കുക. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രോപ്പർ വേ എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ലിവിങ് സ്പ്രേ ആയിട്ട് യൂസ് ആക്കി വിടാം. അല്ലാത്തവർക്കിത് അപ്ലൈ ചെയ്തതിന് ഒരു 30 minutes അല്ലെങ്കിൽ ഒരു 20-25 minutes കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ലിവിങ് സ്പ്രേ ആയിട്ട് ഒന്ന് ഇടുകയാണ്. കാര്യം എനിക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം. കാര്യം ഇത് അപ്ലൈ ചെയ്യുമ്പം എനിക്ക് ഹെയറിൽ നല്ല രീതിക്ക് തലവേദനയും ഹെയർ ഫോളും വരാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 5 minutes കെട്ടി വയ്ക്കാം. അതിനുശേഷം ഒരു 5 minutes കഴിഞ്ഞിട്ട് ഒന്ന് അഴിച്ചിട്ടേക്കുക. കുറച്ച് നേരം ആ ഒരു ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് അഴിച്ചിട്ടേക്കുക. അതിനുശേഷം പിന്നെ മുടി ഒന്ന് പിന്നെ കൈ കൊണ്ട് തന്നെ ചീപ്പ് കൊണ്ട് ചീകിയാലും കുഴപ്പമില്ല. ഒരു സോഫ്റ്റ് കോമ്പിങ് ചെയ്തിട്ട് മുടി ഒന്ന് പിന്നി കെട്ടിയിടുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമുക്ക് 7th ഡേയുമായിട്ട് വീണ്ടും കാണാം. നാളത്തെ പാക്കിങ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്, ബൈ.